നമസ്കാരം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലാവുന്നത്. അദ്ദേഹത്തിന് പല രീതിയിലുള്ള ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണെന്ന് നിരവധി മലയാള സിനിമാ ലോകത്തുള്ള ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയല്ല, തെന്നിന്ത്യയിലും ലോകത്തുള്ള ഇന്ത്യൻ സിനിമയിൽ തന്നെ നിരവധി പേർ പ്രശംസിച്ച ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ മോഹൻലാലിനെ കുറിച്ച് നിരവധി നടന്മാരും എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. ദേഷ്യപ്പെടില്ല, അതുപോലെ തന്നെ ലൊക്കേഷനിലുണ്ടാകുന്ന ആ ഒരു മാറ്റം, ഇപ്പോൾ ഒരു എന്ത് പറഞ്ഞാലും ശരി മോനെ എന്നുള്ള ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ചർച്ച ചെയ്യണം. അത് ഇന്നും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഒരു പഞ്ഞവുമില്ല എന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തുടർച്ചയായി വരുന്ന സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. പഴയൊരു ലാലേട്ടനെ തന്നെ കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഓരോ പുതിയ അപ്ഡേഷൻസ് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പുതിയ ഫോട്ടോകൾ വരുമ്പോഴെല്ലാം അത് ആഘോഷിക്കാറുണ്ട്. അതിനപ്പുറം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ചും വാച്ചിനെ കുറിച്ചും ആണെങ്കിലും എല്ലാത്തിനെക്കുറിച്ചും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ആന്റണി പെരുമ്പാവൂരിനെ എപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ കാണാറുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇവർ രണ്ടുപേരുടെ ആ ഒരു പലപ്പോഴും ഇവരെ ഫോട്ടോ പങ്കുവയ്ക്കുമ്പോഴും ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരാണ് ഫോട്ടോ പങ്കുവയ്ക്കുന്നെങ്കിൽ ലാലേട്ടനുള്ള സ്നേഹം അറിയിച്ചും എല്ലാം എത്തുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. ലാലേട്ടന് ഒരുപാട് സൗഹൃദങ്ങളുണ്ടെങ്കിൽ പോലും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന ഒരാളാണ് സമീർ ഹംസ. വാക്കുകൾക്കും അതീതമാണ് സമീർ ഹംസയും മോഹൻലാലും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കോടീശ്വരനായി മാറിയ സമീറിന്റെ ഭാര്യ ഹംന എന്നാണ് പേര്. കുറേ നാളുകളായി മലയാളികൾക്ക് ഏറെ ശ്രദ്ധിക്കുന്ന ഒരു മുഖമാണ് സമീർ ഹംസയുടേത്. ലാലേട്ടൻ പോകുന്ന മിക്ക സ്ഥലങ്ങളിലും സമീറും ഉണ്ടാകാറുണ്ട്. ബോഡി ഗാർഡാണോ, ഫാൻ ബോയ് ആണോ, അതോ സ്പോൺസർ ആണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആയിരുന്നു മലയാളികളുടെ മനസ്സിൽ സമീറിനെ കുറിച്ചുണ്ടായിരുന്നത്. മോഹൻലാലിന്റെ ഉറ്റ ചങ്ങാതിമാരിലായി നിരവധി പേരുണ്ടെങ്കിലും സമീറിനും കുടുംബത്തിനും ലാലേട്ടന്റെ വീട്ടിൽ ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് തന്നെ. ഏത് പാതിരാത്രിയിലും ലാലേട്ടന്റെ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ബന്ധമുണ്ട് ഇവർക്കിടയിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ എന്നാൽ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം അതാണ് സത്യം. വിശ്വസനീയമായ കാര്യം തന്നെയാണ് ആ കാര്യം. അത്രയും ദൃഢമായ ബന്ധമാണ് സമീറും മോഹൻലാലും തമ്മിലുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമീറിന്റെ മക്കളുടെ പിറന്നാൾ കേക്ക് മുറിക്കുമ്പോൾ ലാലേട്ടൻ അവിടെ ഉണ്ടാകാറുണ്ട്. ലാൽ കേക്ക് വായിൽ വെച്ചു കൊടുത്തും തലയിൽ തലോടിയും ആ കുഞ്ഞുങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ആ കുട്ടികൾ എത്ര ഭാഗ്യവന്മാർ എന്നാണ് ആരാധകർ പറയാറുള്ളത്. വർഷങ്ങളുടെ ബന്ധമാണ് ഇവർക്കിടയിലുള്ളത്. ഇവർക്കിടയിൽ മാത്രമല്ല, സമീറിന്റെ ഭാര്യ ഹംനയും ആയും ലാലേട്ടന്റെ കുടുംബത്തിന് അടുത്ത ബന്ധമുണ്ട്. സമീർ ഹംസയും ഹംനയും 2013 തൃശ്ശൂരിൽ വെച്ചായിരുന്നു വിവാഹിതരാകുന്നത്. അവരുടെ വിവാഹ സൽക്കാരത്തിന് ബോളിവുഡ് സ്റ്റാർസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പു, അതായത് പ്രണവ് മോഹൻലാൽ, വിസ്മയ മോഹൻലാൽ പങ്കെടുത്ത ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് അന്ന് പങ്കെടുത്തിട്ടുണ്ടായത്. കോടീശ്വരനായ സമീർ ഹംസ യൂസഫ് അലിയുടെ അടുത്ത ബന്ധു കൂടിയാണ്. റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ കൊച്ചിയിലും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള ടോണി ആൻഡ് കൈ, ബാസ്കിൻ റോബിൻസ് തുടങ്ങിയ കമ്പനികളുടെ ഫ്രാഞ്ചൈസികൾ കൈവശം വെച്ചിരിക്കുന്ന യൂണിവേഴ്സ് വെഞ്ചേഴ്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് സമീർ ഹംസ എന്ന് പറയുന്നത്. സിനിമയിലും വ്യവസായ രംഗത്തുമുള്ള പ്രമുഖരുമായി അടുത്ത ബന്ധമുള്ള സമീറിന് ബോളിവുഡ് സ്റ്റാർസുമായി അടുത്ത ബന്ധമാണുള്ളത്. നടൻ സഞ്ജയ് ദത്തുമായി ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല സമീറിനുള്ളത്. വെറും വാക്കുകളിൽ കൂടി സഞ്ജയ് ദത്തുമായുള്ള ബന്ധത്തെ നിർവചിക്കാനാകുകയുമില്ല. അതേ ഒരു അഫെക്ഷനാണ് ലാലേട്ടനുമായും സമീറിനുള്ളത്. ഹിന്ദി സിനിമകൾ കണ്ടാണ് സഞ്ജയ് ദത്തിനോടുള്ള ഇഷ്ടം തുടങ്ങിയതെങ്കിലും ഇന്നൊരു സഹോദരനും അപ്പുറമുള്ള സ്ഥാനമാണ് പരസ്പരം ഇരുവർക്കുമുള്ളത്. ഇടയ്ക്ക് ഏറെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ സഞ്ജയുടെ കുടുംബത്തിനൊപ്പം ചേർന്നുന്നത് സമീർ ഹംസയായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസവും ഇവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഈ സഞ്ജയ് ദത്തും സമീർ ഹംസയും വയ്യ ആയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അവർ രക്തബന്ധമുള്ളവരാണ് സർ, പക്ഷേ ആ രക്തം ഒഴുകുന്നത് ശരീരത്തിലൂടെയല്ല എന്നൊരു ഡയലോഗ് KD ദി ഡബിൾ എന്ന പുതിയ സഞ്ജയ് ദത്ത് സിനിമയിലുണ്ട്. ആ വാചകത്തെ അതിന്റെ നല്ല അർത്ഥത്തിൽ ചേർത്ത് വെക്കുന്നതാകുന്ന ബന്ധമാണ് ബിസിനസ്സുകാരനായ സമീർ ഹംസയും ബോളിവുഡ് താരം സഞ്ജയ് ദത്തുമായുള്ളത്. കേവലം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്തതിനും അപ്പുറമാണ് ആ സൗഹൃദം. ഹിന്ദി സിനിമകൾ കണ്ട് സഞ്ജയ് ദത്ത് എന്ന ബോളിവുഡ് താരത്തിനോട് ഇഷ്ടം തോന്നിയ ഒരു 6ാം ക്ലാസ്സുകാരൻ മനസ്സിൽ കുറിച്ചു. ആരും പരിചയപ്പെടുത്താത്ത തന്നെ തനിക്ക് സഞ്ജയ് ദത്തിനെ കാണണമെന്ന്, ആ സ്നേഹം നേടണമെന്ന്. ആ ആഗ്രഹം വെറും സ്വപ്നമായി അവശേഷിച്ചില്ല. 2008 ഒരു വിമാനയാത്രയ്ക്കിടെ സമീർ ഹംസ എന്ന പണ്ടത്തെ 6ാം ക്ലാസ്സുകാരൻ തന്റെ പ്രിയ താരത്തെ നേരിൽ കാണുകയാണ് ചെയ്തത്. ആ കാഴ്ച ആഴത്തിലുള്ള ഒരു സൗഹൃദത്തിന്റെ തുടക്കമാവുകയായിരുന്നു. KD ദി ഡബിൾ എന്ന ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ സഞ്ജയ് ദത്തിനൊപ്പം മലയാളിയായ സമീർ ഹംസയെ കണ്ടപ്പോൾ ആരാധകർക്ക് കൗതുകമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ കേരളത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന ചോദ്യത്തിന് സഞ്ജയ് ദത്ത് നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു: മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ എന്റെ സഹോദരൻ സമീർ ഹംസ എന്നിവരാണ് കേരളത്തിലെ എന്റെ സ്വന്തക്കാർ.
വർഷങ്ങൾക്ക് നീണ്ട സൗഹൃദമാണ് സഞ്ജയ് ബായിയുമായുള്ളതെന്ന് ചെറുപുഞ്ചിരിയോട് കൂടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സമീർ ഹംസയുടെ പ്രതികരണമുണ്ടായിരുന്നു. 2008 ഒരു വിമാനയാത്രയ്ക്കിടെയാണ് സഞ്ജയ് ബായിയെ ആദ്യം നേരിൽ കണ്ടത്, പരിചയപ്പെടുന്നതെന്ന് സമീർ ഹംസ പറയുന്നുണ്ട്. അന്നു മുതൽ എന്തിനും ഏതിനും സഞ്ജയ് ദത്തിനൊപ്പം സമീർ ഹംസയും ഉണ്ടായിട്ടുണ്ട്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിനെ തുടർന്ന് സഞ്ജയ് ദത്ത് ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിന്നതും സമീറായിരുന്നു. സഞ്ജയ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം കാത്തുനിന്നവരിൽ സഞ്ജയ് സ്വന്തം സഹോദരനായി കാണുന്ന സമീറും ഉണ്ടായിരുന്നു. സഞ്ജയ് ദത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ ഷെഹ്റാന്റെ പേര് സമീർ സ്വന്തം മകന് നൽകിയത്. സമീറിന്റെ മക്കൾക്കെല്ലാം പേര് നൽകിയത് സഞ്ജയ് ദത്തിന്റെ ഭാര്യയായ മാന്യതയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയും വനസമ്പത്തും സഞ്ജയ് ദത്തിന് വളരെ ഇഷ്ടമാണെന്ന് സമീർ പറയുന്നുണ്ട്. 1999 പുറത്തിറങ്ങിയ സഫാരി എന്ന ബോളിവുഡ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി സഞ്ജയ് ദത്ത് കേരളത്തിൽ വന്നിരുന്നു. അന്നു മുതൽ തന്നെ കേരളത്തെ അദ്ദേഹത്തിന്റെ ഇഷ്ടസ്ഥലമായി മനസ്സിൽ കുറിക്കുകയായിരുന്നു. നടൻ മോഹൻലാലുമായി സഞ്ജയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. ലോഹം സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം സഞ്ജയ് ദത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയിൽ പാട്ടിന്റെ വരികൾ പറയുന്നുണ്ട്. നായക് നഹി കൽനായക് ഹൂമേം എന്ന വരികൾ മോഹൻലാലിന്റെ ശബ്ദത്തിൽ ഡയലോഗായി എത്തിയപ്പോഴും തിയേറ്ററിൽ കയ്യടികളായിരുന്നു ഉയർന്നത്. അത്രയധികം ആരാധകർ സഞ്ജയ് ദത്തിന് കേരളത്തിൽ ഉണ്ടെന്നത് അദ്ദേഹത്തിനും ഏറെ സന്തോഷം നൽകിയിരുന്നുവെന്ന് സമീർ പറയുന്നുണ്ട്. സിനിമകളുടെ ഭാഗമായും അല്ലാതെയും കേരളത്തിലേക്ക് വരുമെന്ന ഉറപ്പ് നൽകിയാണ് സഞ്ജയ് ദത്ത് തിരിച്ചുപോയതെന്നും സമീർ ഹംസ കൂട്ടിച്ചേർക്കുന്നുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.